ഹായ് കൂട്ടുകാരെ, ഇത് കണ്ട നല്ല മണം വടുവുപ്പുളി നാരങ്ങ ഒന്ന് നല്ലപോലെ പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏട്ടൻ രാവിലെ തോട്ടത്തിൽ പോയിട്ടാകുമ്പോൾ പറിച്ചു കൊണ്ടുവന്നെയാണ്. നമ്മൾ തന്നെ കേട്ടോ, ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട്. അച്ചാറാക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. നാരങ്ങ മാത്രമല്ല, പിന്നെ ഒരു കൂമ്പുണ്ട് കേട്ടോ, വലിയ കൂമ്പ്. ഇത് നേരെ നടുക്കെ മുറിച്ചിട്ട് 2 ദിവസം വെക്കാം, ഉപ്പേരി വെക്കാം. അപ്പോൾ തോട്ടത്തിൽ പോയാൽ അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ നാരങ്ങ കൂമ്പ് അതുകൂടാണ്ട് ഒരു കൊലയും കുത്തിക്കൊണ്ടുവന്നിന്. പിന്നെ കാണിച്ചു തരാൻ എന്തെല്ലാമെന്ന്. ഇതാ താള്, ചുമന്ന താള് കണ്ട. കർക്കിടക മാസത്തിൽ താളും തവരയെല്ലാം കഴിക്കണം എന്നല്ലേ പറയൽ. അപ്പോൾ കറി വെക്കാനുള്ള താളാണ് കേട്ടോ, കാട്ടു താള്. അപ്പോൾ ഇങ്ങനത്തെ താളെല്ലാം നിങ്ങളെല്ലാം കറി വെക്കലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ചക്കയപ്പം ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇലയും പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ നമ്മളെ തോട്ടത്തുനിന്ന് കൊണ്ടുവന്ന പച്ചക്കറികൾ. അപ്പോൾ കായ് ഞാൻ കാണിച്ചു തരാം. കായ് മുഴുവനുണ്ടല്ലോ, പിന്നെ പക്ഷി കൊത്തി തിന്നു. കുറേ ദിവസമായി ഏട്ടൻ തോട്ടത്തിൽ പോകാത്തതുകൊണ്ട്, അതുകൊണ്ട് പക്ഷികളെല്ലാം കൊത്തി തിന്നു കുറച്ചേലും. അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ വേണ്ട, ഇതാ എല്ലാം പോയി നോക്കാത്തതുകൊണ്ട് എല്ലാം ഇതാ പൊട്ടി വിണ്ട് കീറിയിട്ട് കുറേ പക്ഷിയെല്ലാം തിന്നിട്ട് ഇതാ കണ്ട. കുറേ ദിവസമായി ഇപ്പോൾ തോട്ടത്തിൽ പോവാണ്ട്. കാന്താരി മുളക് കറിവേപ്പിലയും പറിക്കാൻ മറന്നുപോയി. ഓക്കേ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന കൂമ്പ് എടുത്തിട്ട് ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാം മുറിച്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, എനിക്ക് ഉള്ളിയാണ് ഇഷ്ടം. ഉള്ളി നല്ലപോലെ വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് പിന്നെ കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂമ്പ് ഉപ്പേരിയെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമുക്ക് വയറ്റിനും നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ കൂമ്പ് ചെറുതായി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് ഇത് അടച്ച് വെക്കാം. വെള്ളം ഒറ്റ തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, വെള്ളം ഇല്ലാണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് ഉപ്പും മഞ്ഞളെല്ലാം യോജിപ്പിച്ച് ഇളക്കി അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ അത് വെള്ളം ഇല്ലാണ്ട് തന്നെ വെന്ത് കിട്ടും. ഞാൻ അത്രക്കും പൊടിയായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ നാടൻ പച്ചക്കറിയെല്ലാം തന്നെയാണ് ഈ സമയത്ത് കഴിക്കാൻ, ഈ മഴക്കാലത്തെല്ലാം നല്ലത് കേട്ടോ. കടകളിലെല്ലാം വാങ്ങുന്ന പച്ചക്കറിയെല്ലാം എന്ന് പറഞ്ഞാൽ എത്രയോ ദൂരത്തുനിന്ന് കൊണ്ടുവരുന്നതായിരിക്കും, അതിനെല്ലാം നിറയെ വിഷമായിരിക്കും. അപ്പോൾ നമ്മളിതാ കൂമ്പുപ്പേരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ച് ആ തേങ്ങേൻ്റെ പച്ചയില ഒന്ന് മാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കണ്ടോ, കൂമ്പുപ്പേരി റെഡിയായി. തേങ്ങയില നല്ലപോലെ വെന്തു. ഇനി നമുക്ക് ഊണ് കഴിക്കാൻ എടുത്തു വെക്കാം. കണ്ടോ, നല്ല സൂപ്പർ ഉപ്പേരി. എല്ലാവരും ഇതുപോലെ വാഴക്കൂമ്പെല്ലാം ഒന്നും കളയാൻ പാടില്ല. വാഴേൻ്റെ കാമ്പും കൂമ്പും എല്ലാം ഉപ്പേരി വെച്ച് കഴിക്കണം കേട്ടോ. നമുക്ക് നല്ലതാണ്, നയരടങ്ങിയ ഭക്ഷണം നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഊണിന് വേണ്ടി എല്ലാം എടുത്തു വെച്ചു. അമ്മമാരെല്ലാം ഊണ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇന്ന് ചക്കക്കുരുവിൻ്റെ കൂട്ടാനും ഉണ്ട്, കൂമ്പ് ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ എന്താ പറയേണ്ടത്, തൈരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബും പിന്നെ ഒരു ഹൈപ്പുണ്ട്, അതും കൂടി ഒന്ന് കൊടുക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതാന്ന്
കുറച്ച് മോര് കറിയും ഉണ്ട്, പുളിശ്ശേരി എന്ന് പറയും. ചക്കക്കുരു കൂട്ടാനും പുളിശ്ശേരിയും പിന്നെ കൂമ്പുപ്പേരിയും. അതെല്ലാം ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ. ഓക്കേ, ബായ്.